ഹലോ, ഇന്ന് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചക്ക വരട്ടിയത് റെഡിയാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചക്ക ക്ലീൻ ചെയ്തെടുക്കാം. ചക്കക്കുരുവും ചക്കച്ചുളയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. അതിനുശേഷം ചക്കച്ചുള നമുക്കൊരു മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലപോലെ പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ശർക്കര പാന റെഡിയാക്കാം. ഈ ഒരു ഉണ്ട ശർക്കരയിൽ നിന്ന് ഒരു ചെറിയ പീസ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. മധുരം അനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. ഇതിനെ അരിച്ച് മാറ്റാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ്, നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇത് ഒഴിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നെയ്യും ചക്കയുമായിട്ട് നല്ലപോലെ മിക്സ് ആകണം. ഇതൊരു കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇത് ലാസ്റ്റ് ആകുമ്പോൾ തെറിച്ച് കയ്യിൽ ദേഹത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കുഴിയുള്ള പാത്രം എടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഇനി നമുക്കിതിനകത്തോട്ട് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുമെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കാം. ഇനി അങ്ങ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പണി. ഇളക്കിയിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിനകത്ത് നമുക്ക് ഏലക്ക, നല്ല ജീരകം, ചുക്ക് ഇതൊക്കെ പൊടിച്ച് ചേർക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല. ഈ ചക്ക വരട്ടി വെച്ച് നമുക്ക് ഇടയ്ക്കെടുത്ത് പായസം, ഇലയട, കുഴക്കട്ട ഇതൊക്കെ റെഡിയാക്കാം. അപ്പോൾ അതിനൊക്കെ റെഡിയാക്കുമ്പോൾ അപ്പോൾ ആവശ്യത്തിന് ഇടാം. അപ്പം ഇപ്പോഴേ നമ്മൾ ഏലക്കയും ജീരകവും ഒന്നും ഇടണ്ടെന്ന് വിചാരിച്ചു. കുറുകി വരുന്നതനുസരിച്ച് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ മൊത്തം ഇതിനകത്ത് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറഞ്ഞ അളവ് ചക്ക ഉള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ അളവുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. നല്ലപോലെ വരട്ടി എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും റെഡിയായിട്ടില്ല. പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. അതാണ് ഇതിൻ്റെ പരുവം. ദേഹത്തൊന്നും തെറിച്ച് വീഴാതെ നോക്കണം. ഏകദേശം റെഡിയായിട്ടുണ്ട്. കണ്ടോ, പാത്രത്തിൽ നിന്ന് സ്പൂണിൻ്റെ കൂടെ വരുന്നത് പോലില്ലേ, അതാണ് ഇതിൻ്റെ പരുവം. ഇതിലും വരട്ടി നമുക്ക് റോള് പോലൊക്കെ ആക്കിയെടുക്കാം, പക്ഷേ അത് അത്രയും ആവശ്യം എനിക്കില്ല. ഇതായിരിക്കും ആവശ്യം. അപ്പം ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചക്ക വരട്ടിയത് റെഡിയായിട്ടുണ്ട്. ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചുമ്മാതെ നമുക്കിങ്ങനെ ഇത് കോരി കഴിക്കാനും നല്ലതാണ്. താങ്ക് യു.